എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നവ്യ ദേവയാനോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ വീട് ശരിക്കും ഒരു ജയിൽ പോലെയാണ്. അവൾ സ്വന്തം ഭർത്താവിൻ്റെ തെറ്റ് പോലും കണ്ടില്ലെന്ന് നടിച്ച് മിണ്ടാതിരുന്നവളല്ലേ, അവൾ ഇതെല്ലാം ഇതിനപ്പുറം പറയും. എനിക്ക് മടുത്തു ഈ വീട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നവ്യ അങ്ങോട്ട് പോകും. പോയി കഴിയുമ്പോഴേക്കും ജലജ ദേവയാനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുവാണ്, നിങ്ങൾ പറയുന്ന എല്ലാ കാര്യവും, ഏട്ടത്തി പറയുന്ന എല്ലാ കാര്യവും ചെയ്യുന്നില്ലേ ഞാനും അഭിയും, പിന്നെ എന്തിനാ അവളെ ഇങ്ങനെ ചൊടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പം, ചൊടിപ്പിച്ചാൽ എന്താടി കുഴപ്പം? നിൻ്റെ മരുമോള് എൻ്റെ മകനെ കുറ്റം പറയുന്നതും അതുപോലെ എൻ്റെ മരുമകളെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നതുമൊക്കെ നീ കാണുന്നതല്ലേ. അത് കാണുമ്പോൾ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇനി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവളെ ചൊടിപ്പിക്കും. എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. അതിങ്ങോട്ട് ചോദ്യം ചെയ്യാൻ വരുമൊന്നും വേണ്ട എന്ന് പറയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നീയും നിൻ്റെ മകനുമാണ്. നിങ്ങളെ രണ്ടെണ്ണത്തിനെയും ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി വിട്ടാൽ തന്നെ ഈ വീട്ടിലെ 90% പ്രശ്നങ്ങളും തീരും. പിന്നീട് ഈ വീട് ഒരു സ്വർഗമായിരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അങ്ങ് ദേഷ്യപ്പെടുവാണ്. അന്നേരം ഇനി പറഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവുന്ന ജലജ പോയി കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം ഭയങ്കര ദേഷ്യമാണ് ജലജയുടെ മുഖത്ത്. പക്ഷെ പ്രതികരിക്കാൻ മേലാത്തത് കൊണ്ട് അതങ്ങ് ചെയ്യുന്നു. ഏതായാലും ദേവയാനിയും അടുക്കളയിൽ നിന്ന് പോരുന്നു. അവിടുന്ന് തുള്ളിച്ചാടി പോകുന്ന നവ്യ നേരെ ഫ്രണ്ട് വശത്തോട്ട് ചെല്ലുവാണേ. അന്നേരം അഭി കാറ് കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ. അപ്പം നവ്യ കാണാതിരിക്കാൻ വേണ്ടി കാറിൻ്റെ അങ്ങേ സൈഡിലോട്ട് മാറി നിൽക്കും. നവ്യ അങ്ങോട്ട് നോക്കുമ്പം അഭി കാണുന്നില്ല. അന്നേരം നേരെ ഇറങ്ങി വന്ന് വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ നോക്കുക. അന്നേരം അഭി ആ സൈഡിൽ നിന്ന് മാറി പുറകെ വന്ന് നിൽക്കുവാണ്. അന്നേരം നവ്യ വീണ്ടും ബാക്കിലോട്ട് വരുന്നേക്കും അഭി അവിടെ കുനിഞ്ഞിരിക്കുന്നത് കാണുവേ. അന്നേരം നീ എന്തിനാണ് ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം, ഞാനിവിടെ ഒളിച്ചിരിക്കുമൊന്നും അല്ലായിരുന്നു, നമ്പർ പ്ലേറ്റ് തുടയ്ക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം അതെന്തിനാണ് നീ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇത് അപ്പടി പൊടിയായിട്ട് കിടക്കുമായിരുന്നു, അതുകൊണ്ടാണ് ചെയ്തത് എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഈ വീട്ടിൽ ആരും ഇതുവരെ കാറ് കഴുകുന്നത് ഞാൻ കണ്ടിട്ടില്ല, അത് പുറത്ത് കൊടുക്കുകയല്ലേ ചെയ്യാറുള്ളത്, പിന്നെ നീ എന്തിനാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം, ഒന്നുമില്ല, എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അങ്ങനെ വെറുതെ നിനക്ക് തോന്നിയതൊന്നുമല്ല, നിന്നോട് ഇത് ചെയ്യാൻ അമ്മായി അല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം അഭി അമ്മായി ഒന്നും അല്ല എന്ന് പറയുമ്പോൾ, എനിക്കറിയാം നീ എന്തിനാ എന്നോട് നുണ പറയുന്നതെന്ന് ചോദിക്കും. അന്നേരം അഭി പറയുവാണ്, ഇങ്ങനെയൊക്കെ ചെയ്ത് അവർ പറയുന്നതൊക്കെ കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ അവരിനി എന്നെ കമ്പനിയിലേക്കൊന്നും തിരിച്ചെടുക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ നിന്നേ പറ്റുള്ളൂ എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, നിന്നോട് ഇവരുടെ ജോലി വേണ്ട, അതിനുവേണ്ടി നീ ഇനി ആഗ്രഹിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ, നിനക്ക് AN ജ്വല്ലറിയിൽ ഞാനൊരു ജോലി മേടിച്ച് തരാമെന്നും പറഞ്ഞു. ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ആർക്ക് വേണ്ടിയാണ്? കഷ്ടപ്പെട്ട് മോഡലിങ്ങിന് ഇറങ്ങിയത് കുറച്ച് പൈസ ഉണ്ടാക്കാനും എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനും വേണ്ടിയാണ്. അത് നീ ആയിട്ട് നശിപ്പിക്കരുത് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, അതൊന്നും നടക്കുകയില്ല നവ്യ, എന്തൊക്കെ പൈസ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ഈ വീട്ടിലല്ല കഴിയേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം നവ്യ ചോദിക്കും, അതെന്തിനാ ഈ വീട്ടിൽ കഴിയുന്നത്? കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് താമസിക്കത്തില്ലേ, ഇവിടെ തന്നെ കഴിയണമെന്നുണ്ടോ? ഇവരുടെ അടിമയായിട്ട് ഇവിടെ കിടക്കണം നിനക്ക് എന്തെങ്കിലും നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അഭി പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ശരിയാകുന്നത്? അനന്തപുരിയുടെ ഒരു ഷെയർ നമുക്കുള്ളതാണ്, അതുപോലെ കമ്പനിയുടെ ഒരു ഷെയർ നമുക്കുള്ളതാണ്, അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് പുറത്ത് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട്, നിനക്ക് ആത്മാഭിമാനം എന്ന് പറഞ്ഞൊരു സാധനമില്ലേടാ, നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? മനുഷ്യനായ ആദ്യം അങ്ങനെ ഒരു സാധനം വേണം, അത് നിനക്കില്ല, നിനക്കുമില്ല, നിൻ്റെ അമ്മയ്ക്കുമില്ല. നിൻ്റെ അമ്മയാണെങ്കിൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാണ്, അടുക്കള ജോലി കഴിഞ്ഞ് അവർക്ക് വേറെ ഒരു കാര്യത്തിനും സമയമില്ല. 2 അടുക്കള വേണം എന്ന് തീരുമാനിച്ചത് അവരാണ് ആദ്യം, എന്നിട്ട് ഇപ്പം അത് വേണ്ടെന്ന് വെച്ചു എന്ന് മാത്രമല്ല വേറെ ആരെയും അടുക്കളയിൽ കയറ്റാൻ സമ്മതിക്കാതെ ഇവിടെ കിടന്ന് പണിയെടുക്കുവാണ്. അതുപോലെ നീയും. നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇവിടെയുള്ളവരെ തോൽപ്പിക്കാനും അവരുടെ മുമ്പിൽ തലയുയർത്തി പിടിച്ച് നിൽക്കാനും വേണ്ടിയാണ് ഇവരുടെ എതിരാളികളായ AN ജ്വല്ലറി തന്നെ മോഡലായിട്ട് പോയതും അവരുടെ കൂടെ സഹകരിക്കുന്നതും. ഇവിടെയുള്ള പരിവാരങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. പക്ഷെ അവരുടെ മുമ്പിലൊക്കെ എന്നെ നാണം കെടുത്തുവാണ് നിങ്ങൾ, എന്നെ തോൽപ്പിക്കുവാണ്, നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നവ്യ അകത്തേക്ക് കയറി പോവാട്ടോ. അന്നേരം ആകെ വിഷമാകുന്നുണ്ട് അഭിക്ക്. പിന്നെ ഇവിടെ എതിർത്ത് നിൽക്കാൻ പറ്റിയല്ലോ എന്നോർത്തിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും അനിയും ജയനും അജയനും എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുവാണ്, എങ്ങനെയാണ് ആദർശനെ അവിടുന്ന് ഒന്ന് രക്ഷിക്കേണ്ടത് എന്ന്. അപ്പോൾ അനി പറയുന്നുണ്ട്, മുത്തശ്ശൻ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ആദർശൻ അവിടെ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യം പറയേണ്ടത് ആരോടായിരുന്നു? എന്നോടല്ലേ? എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞാൻ അറിയുന്നത് നയനമോൾ എന്നോട് വന്ന് പറയുമ്പോഴാണ്, അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കും. അന്നേരം ജയൻ പറയുന്നുണ്ട്, അച്ഛൻ ഇതൊരു ഷോക്കാകുമെന്നറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരുന്നത് എന്ന്. അന്നേരം മുത്തശ്ശൻ ചോദിക്കും, അപ്പം നയനമോൾ എന്നോട് വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് പറയുകയില്ല, അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടപെടേണ്ട കാര്യമില്ലല്ലോ, ഞാൻ അറിയാതെ ഈ കാര്യങ്ങളെല്ലാം സോൾവ്
സോൾവ് ചെയ്യാനല്ലേ നിങ്ങൾ ശ്രമിച്ചത്, അപ്പോൾ പിന്നെ അങ്ങനെ പോരെ എന്ന് ചോദിക്കുവാണ്. അന്നേരം അച്ഛാ അങ്ങനെയല്ല, ഇതിപ്പം അച്ഛൻ എന്തെങ്കിലും ചെയ്യാതെ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് ജയം പറയുന്നുണ്ട്. അന്നേരം അനി പറയും ഇനി നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ, ആദർശേട്ടനെ എങ്ങനെ പുറത്തിറക്കാം എന്നതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്ക് വിളിക്കാൻ പറ്റുന്നവരെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്, എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നറിയില്ല, നമുക്കൊന്ന് ആലോചിക്കാം, ഇന്നൊരു ദിവസം കൂടെ കഴിയട്ടെ, എന്തെങ്കിലും സംഭവിക്കുമോ നോക്കാം എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവർ നയനയുടെ കാര്യം പറയുന്നുണ്ട്. നയനയ്ക്ക് ആകെ വിഷമമാണല്ലോ, ഒന്നാമത് ഗർഭിണിയും കൂടിയാണ്, ഈ സമയത്ത് ഇങ്ങനെയുള്ള ഷോക്ക് ശരിയല്ല, ആകെ പ്രശ്നമാകും, അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്നൊക്കെ അവർ പറയുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞത്. അന്നേരം നിങ്ങൾ സമ്മതിച്ചില്ല, ഇതിപ്പോൾ ആദർശ് പോയി അതിനകത്ത് പെട്ടുപോയില്ലേ എന്ന് പറയുക. അന്നേരം ജയനും അജയനും പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കാമെന്ന്. അന്നേരം മുത്തശ്ശൻ പറയും എന്നാത്തിനാ അങ്ങോട്ട് പോയിട്ട് ഇനി നിങ്ങളും അകത്തായി എന്ന് അറിയിക്കാനാണോ, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് എന്താവും എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് അഭിയാണ്. അഭി അനാമികയെ കാണാനായിട്ട് ചെന്നതാണ്. അനാമികയും വേണുവിനെയൊക്കെ കാണാനും ഈ സന്തോഷം അവരെയൊക്കെ അറിയിക്കാനായിട്ട് ചെന്നതാണ്. കഴിഞ്ഞ ദിവസം അഭി അങ്ങോട്ട് ചെന്നപ്പോൾ ഉണ്ടായിരുന്ന സെയിം കോസ്റ്റ്യൂം ആട്ടോ എല്ലാവർക്കും, അഭിക്ക് സഹിതം. ഏതായാലും അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നു. ആദർശാകത്തായതിൻ്റെ സന്തോഷത്തിന് ഒരു കേക്ക് മുറിക്കാൻ വേണ്ടി വന്നതാണ്. ഏതായാലും ഭയങ്കര സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പറയുന്നു. നയനയ്ക്ക് ഭയങ്കര വിഷമമാണ് എന്ന് പറയുന്നു. അതുപോലെ അടുത്ത കാലത്തൊന്നും ആദർശ് പുറത്ത് വരില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അതുപോലെ ആദർശിനെ അകത്താക്കാൻ വേണ്ടി സഹായിച്ചത് എൻ ജ്വല്ലറിക്കാരാണെന്നും അവരുടെ കമ്പനിയിലാണ് ഇപ്പം മോഡലായിട്ട് നവ്യ പോകുന്നത് എന്നൊക്കെ പറയുമ്പം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്ന് വേണു ചോദിക്കുമ്പം അതൊക്കെ ശരിയാക്കി തരാം എന്ന് പറയുന്നുണ്ട്. ഏതായാലും കേക്കൊക്കെ മുറിച്ച് അവർ സന്തോഷം പങ്കുവെക്കുന്നു. അത് കഴിയുമ്പം അനാമികയുടെ അമ്മ പറയുന്നുണ്ട് കേക്ക് മുറി മാത്രമല്ല ഉച്ചയ്ക്കത്തെ ഭക്ഷണവും നമ്മൾ ഒരുമിച്ചാണ്, അതൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എടുത്തു വെക്കാം എന്ന് പറഞ്ഞ് അവരങ്ങ് എഴുന്നേറ്റ് പോവാണ്. പോയി കഴിയുമ്പോൾ വേണു പറയുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ കടത്തിന് മേൽ കടമായിട്ട് നിൽക്കുവാണ്, ഒരു മാസം കഴിഞ്ഞ് പോകണമെങ്കിൽ 5 ലക്ഷം രൂപ വേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് അബിയോട്. അന്നേരം അബി പറയുവാണ് എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും അങ്കിളെ, ആ AN ജ്വല്ലറിക്കാർ ഇവിടെ ഒന്ന് ക്ലച്ച് പിടിച്ചോട്ടെ, അപ്പോൾ പിന്നെ നമുക്കെല്ലാം ശരിയാക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് അഭി പറയുന്നുണ്ട് അവരിവിടെ അത്യാവശ്യം വിപുലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ഥിരം മോഡലായിട്ട് നവ്യ കാണും, അതുപോലെ അവരുടെ ജ്വല്ലറി തന്നെ അഭിക്കും ജോലി മേടിച്ച് കൊടുക്കാമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീടിനകത്ത് നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് പൊരുതും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം വേണു ചോദിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കില്ലേ എന്ന്. അന്നേരം അഭി പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞങ്ങൾക്ക് അവിടുത്തെ ഷെയർ തരുന്ന കാര്യത്തിൽ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല, നയനയ്ക്കും അമ്മായിക്കും ഒട്ടും താല്പര്യമില്ല, ഇനി മുത്തശ്ശൻ കൂടി ഗ്രീൻ സിഗ്നൽ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ അവിടുന്ന് പുറത്താക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അതങ്ങനെ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കും അനാമികയുടെ അമ്മ. അന്നേരം അഭി പറയുന്നുണ്ട് അതൊക്കെ നടക്കും, കാരണം അനന്തപുരിയിലെ മൂർത്തിക്ക് എതിരെ പ്രവർത്തിക്കാൻ ആർക്കും സാധിക്കില്ല, അതുപോലെ സ്വാധീനമുള്ള ആളാണ് മൂർത്തി മുത്തശ്ശൻ, അതുകൊണ്ടാണ് നിങ്ങൾ കേസിൽ തോറ്റത്, നിങ്ങൾക്കറിയാലോ കേരളത്തിലെ പ്രഗത്ഭനായ വക്കീലിനെയാണ് നിങ്ങൾ വെച്ചത്, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം വേണു ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്ത് അങ്ങ് ജയിലിൽ കിടക്കുന്ന കൊച്ചുമോനെ അയാൾ പുറത്തിറക്കാത്തതെന്ന്. അന്നേരം പറയുന്നുണ്ട് അത് രാജ്യം വേറെയല്ല, അതുകൊണ്ടാണ്, ഇവിടെ ആണെങ്കിൽ കാണാമായിരുന്നു എന്നും പറയുന്നുണ്ട്. ഏതായാലും മൊത്തത്തിൽ അനന്തപുരിയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുവാണ് അഭി. പിന്നെ കാണിക്കുന്നത് അനിയാണ്. അനിയെ നന്ദു വിളിക്കും, എന്നിട്ട് എന്തായടാ ആദർശനെ പുറത്ത് ഇറക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ആയില്ലാടി, മുത്തശ്ശൻ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്, ഞാനും പലരെയും വിളിക്കുന്നുണ്ട്, പക്ഷേ ഇവിടുത്തെ നിയമം അല്ലല്ലോ അവിടെ, അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നറിയത്തില്ല, വീട്ടിലാണെങ്കിൽ ഏട്ടത്തിക്കും അതുപോലെ അമ്മായിക്കൊക്കെ ആകെ വിഷമാണ്, അങ്ങോട്ട് പോകാനേ തോന്നുന്നില്ല എന്നൊക്കെ അനി പറയുമ്പം നന്ദു പറയുന്നുണ്ട് എടാ ഈ സമയത്ത് നീ മാറി നിൽക്കരുത്, നീ അവിടെ അവരുടെ ഒപ്പം തന്നെ കാണണം, ഈ അവസ്ഥയിൽ ഞാൻ ഇങ്ങനെയായിപ്പോയി അതാണ് ഒരു കഷ്ടം എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, നീ റെസ്റ്റ് എടുക്കുക, ഇനിയിപ്പോൾ നിനക്ക് കാല് പറ്റുമെങ്കിലും അങ്ങ് ഗൾഫിലെ കാര്യത്തിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയാണ്. നയന കരഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേ ആദർശിൻ്റെ കോള് വരുന്നു. ദേ ആദർശേട്ടനാണല്ലോ എന്ന് പറഞ്ഞ് ചാടി ഫോൺ എടുക്കും. എന്നിട്ട് ആദർശേട്ട എന്ന് വിളിക്കുമ്പോഴേക്കും എന്താ നീ അവിടെ വിഷമിച്ചിരിക്കുമായിരുന്നോ, കരയുമായിരുന്നോ, ഞാൻ വിളിക്കാത്തത് കൊണ്ട് ദേഷ്യപ്പെട്ടിരിക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം ആദർശേട്ടൻ അവിടെ ജയിലിലാണെന്ന് എന്നെ ഒരാൾ
വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് പറയും. അന്നേരം ആഹാ അങ്ങനെയുള്ള വിളികളൊക്കെ നടന്നായിരുന്നോ? അങ്ങനെ എന്നെ അകത്താക്കാൻ വേണ്ടി ചിലർ ശ്രമിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. ഒരു തലനാരിരിക്കെ എന്ന് പറഞ്ഞ പോലെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഫോണ് പോലീസുകാരുടെ കയ്യിലായിരുന്നു, ഞാൻ ആരെയും കോൺടാക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ആരെയും വിളിക്കാതിരുന്നത്. ഏതായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് സോൾവ് ആയിട്ടുണ്ട്. ഞാൻ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വന്നോളാം. നീ വിഷമിക്കരുത്. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, ആരോഗ്യം നോക്കണം, നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണം. അതുകൊണ്ട് എൻ്റെ കാര്യം ഓർത്ത് ഇനി ടെൻഷൻ ആകുമൊന്നും വേണ്ട. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വന്നോളാം എന്നൊക്കെ പറയുമ്പം എനിക്കിപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത് എന്നൊക്കെ പറയും. എന്നിട്ട് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരയുവാട്ടോ നയന. അന്നേരം ആദർശ് ചോദിക്കും, നീ കരയുവാണോ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇനി കരയണ്ട, ഒരു പ്രശ്നവുമില്ല, ഞാൻ ഉടനെ തന്നെ എത്തിക്കോളാന്ന്. അതുകൊണ്ട് ആരോഗ്യം നോക്കി ഇരിക്കുക കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഫോം വയ്ക്കുന്നു. ഫോം വെച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര സന്തോഷമായല്ലോ നയനയ്ക്ക്. അതുകൊണ്ട് തന്നെ ഓടി മുത്തശ്ശൻ്റെ അടുത്ത് ചെല്ലും. അപ്പം നയനയുടെ മുഖത്തെ ആ സന്തോഷം കാണുന്നത് മുത്തശ്ശൻ ചോദിക്കുവാണ്, എന്താ ആദർശ് വിളിച്ചോ, അതാണോ മുഖത്ത് ഇത്രയും സന്തോഷമെന്ന്. അന്നേരം അതെ, ഇതേ ഇപ്പോൾ വിളിച്ചോളൂ മുത്തശ്ശ എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യങ്ങളെല്ലാം അപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. നിങ്ങളെല്ലാം അറിയുന്നതിന് മുമ്പ്, ജയനും അജയനും അറിയുന്നതിന് മുമ്പ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞായിരുന്നു. ഞാൻ അതിനുള്ള പരിഹാരം ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നത്. നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട എന്ന് ഞാൻ കരുതി. പക്ഷേ നിങ്ങളും അറിഞ്ഞു. ഏതായാലും അതിനെല്ലാം ഒരു പരിഹാരമായിട്ടുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ഈ തലവേദനകളൊക്കെ ഇതുപോലെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ ചെന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസി ആയേനെ. അതുകൊണ്ടാണ് ഞാൻ പോകാം എന്ന് പറഞ്ഞത്. അപ്പോൾ ആരും സമ്മതിച്ചില്ല. ഏതായാലും ഇപ്പം അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട്. മോളുടെ കണ്ണ് നിറയുന്നത് മുത്തശ്ശനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. വേറെ ആര് കരഞ്ഞാലും ഞാൻ പിടിച്ചു നിൽക്കും. പക്ഷേ മോളുടെ സങ്കടം എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആവാൻ എന്താ കാരണം എന്നറിയത്തില്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നത്തിലായിരുന്നു, ഇതൊക്കെ ആരോ മനഃപൂർവ്വം ചെയ്തതാണ് എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവിടെ AN ജ്വല്ലറി തഴച്ചു വളരുന്നുണ്ട്. നമ്മുടെ പല ബ്രാഞ്ചുകളും ഇപ്പം അവർക്ക് താഴെയാണ്. അതേ ആൾക്കാർ തന്നെയാണ് ഇവിടെ നമുക്ക് എതിരാളികളായി വരാൻ പോകുന്നത്. ഏതായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആരാണ് എന്നൊക്കെ നമുക്ക് താമസിക്കാതെ കണ്ടെത്താം. എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ സങ്കടമുള്ളൂ, അവർക്ക് വേണ്ടിയാണ് മോളുടെ ചേച്ചി പരസ്യം ചെയ്യാൻ പോകുന്നത്. അത് അത്ര നല്ല കാര്യമല്ല എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, ഇപ്പം അബിക്കും അവൻ്റെ അമ്മയ്ക്കും എല്ലാം കാര്യങ്ങൾ അറിയാം. അവരെ കൊണ്ട് നവ്യ ചേച്ചിയെ നമുക്ക് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവർ പറഞ്ഞാലും നവ്യ കേൾക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നവ്യ അനുസരിക്കണമെങ്കിൽ നമുക്ക് സത്യങ്ങളെല്ലാം നവ്യയോട് തുറന്നു പറയേണ്ടി വരുമെന്ന് മുത്തശ്ശൻ പറയുമ്പം ആകെ വിഷമിച്ച് നോക്കി നിൽക്കുന്ന നമ്മുടെ നയനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.